കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി വി ആർ ഫീച്ചറിംഗ് എ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന പോഡ്കാസ്റ്റ്. ഓരോ ഫാന്റസിക്കും ഞങ്ങൾ ഓരോ റേറ്റ് ഫിക്സ് ചെയ്യും. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്താൽ അങ്ങനെ ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത്. കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്നൊന്ന് നമ്മൾ ഞെട്ടലുണ്ടാവുന്നു. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചു പോയത്. മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആളുകൾക്ക് ആവശ്യമുള്ളപ്പോൾ അവർ വിളിച്ചു വരുത്തുന്നു. കൂടുതലും സെലിബ്രിറ്റീസുകളാണെന്നാണ് പറയുന്നത്. കേട്ടു നോക്കാം. നിങ്ങൾ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, സെലിബ്രിറ്റീസ് അടക്കം നിങ്ങളെ കോൾ ചെയ്യാറുണ്ട് എന്നുള്ളത്. കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടേഴ്സ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്. പണത്തിന് വേണ്ടി എന്തെല്ലാം ജോലികളാണ് ആളുകൾ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ജോലിയാണോ? ആവശ്യമുള്ള ആൾക്കാർ ഫോൺ ചെയ്ത് വിളിക്കാറുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആളുകൾ ഇത്തരം ജോലിക്ക് വിളിക്കാറുണ്ടെന്നാണ് പറയുന്നത്. മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്ഭുതം തോന്നില്ലേ? ഇത്തരത്തിലൊരു ജോലി, അതായത് 40 വയസ്സ് മുകളിലുള്ള സ്ത്രീകൾ അവർക്ക് ആഗ്രഹം തോന്നുമ്പോൾ ഇവരെ കോൾ ചെയ്ത് വിളിക്കും, എന്നിട്ട് കാശ് കൊടുത്ത് കാര്യം സാധിക്കും. സെലിബ്രിറ്റീസ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ? കൂടുതലും എൻക്വയറീസ് വരുന്നത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരെ കൂടുതലും വരാറ്? 40 മേളിലാണ് അധികം. വളരെ അത്ഭുതം തോന്നുന്നു ഈ ഒരു വീഡിയോ കാണുമ്പോൾ. കാരണം ഇതുവരെ ആരും ഒരു ഇന്റർവ്യൂവിലും വന്ന് ഇങ്ങനെ മുഖം കൊടുക്കുകയോ എന്നെ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. മുഖം കൊടുത്തിട്ടില്ല, പക്ഷെ ഇന്റർവ്യൂവിൽ വന്ന് അവരിങ്ങനെ പറയുന്നു, ഞാനൊരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടറാണ്. ചിലയിടത്ത് ഹസ്ബൻഡിന് പറ്റില്ലാത്തവർ അവർ പറയും, അങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനെ പറ്റുന്നില്ല, നിങ്ങൾ വരാമോ എന്ന് ചോദിക്കും. ചില നെറ്റിലൂടെയാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ, ആളുകൾ ചെയ്യുന്നുണ്ടോ എന്ന്. വളരെ വിചിത്രമായിട്ട് വീഡിയോ കാണാൻ ഇടയായത്. എന്തെല്ലാം തരം ജോലികളാണ് ആളുകൾ ചെയ്യുന്നത്. ഇത്തരത്തിൽ ജോലി ചെയ്യുന്നതിന് ഇവർക്ക് മടുപ്പില്ലേ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. സംഭവം അവർക്ക് മടുപ്പുണ്ടാകാം, പക്ഷെ അതൊരു ജോലിയായി പോയില്ലേ എന്നാണ് ആ ഒരു പറയുന്നത്. അല്ലാത്തൊരു ജോലി തന്നെ. ചില സമയത്ത് ഫാമിലി ആയിട്ട് വിളിക്കും. ചില ഗ്രൂപ്പ് അവരെന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നമുക്കൊരു നീ ഞങ്ങളുടെ കൂടെ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ എന്തെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.